കൽപ്പറ്റ ബൈപ്പാസ് ഗ്രൗണ്ടിൽ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന വയനാട് ഫ്ലവർ ഷോയിലെ താരങ്ങളായി മാറിയിരിക്കുകയാണ് മൈസൂരിൽ നിന്നെത്തിയ രണ്ട് കുതിരകൾ. ഫ്ലവർ ഷോ കാണാനെത്തുന്നവരെ നഗരം ചുറ്റി കാണിക്കുകയെന്ന ദൌത്യമാണ് ലക്കി, ബാദൽ എന്നീ രണ്ട് കുതിരകൾക്ക്. മൈസൂർ കൊട്ടാരത്തിന് സമീപം സവാരി നടത്തുന്ന കുതിരവണ്ടികളാണ് വയനാട് ഫ്ലവർ ഷോയിൽ രഥയാത്ര നടത്താനായി എത്തിയിരിക്കുന്നത്. മൈസൂർ സ്വദേശികളായ പവൻ, പ്രജ്വൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് 6 വയസ്സുകാരനായ ലക്കിയും ബാദലും. കൽപ്പറ്റ നഗരം ചുറ്റി ബൈപ്പാസിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ കുതിരസവാരിക്കാരെ ഇരുവരും തിരികെ ಎತ್ತಿക്കുമ്പോൾ ಸಂಚಾರಿಗಳು ಆಹ್ಲಾದത്തിലാണ്. ಬ್ರೋ, ಇದು ಮೈಸೂರಿಂದ ತಗೊಂಡು ಬಂದಿದ್ದೀಯಲ್ಲ, ಎರಡು ಕುದುರೆಗೆ ಹೆಸರೇನು, ಹೆಂಗಿದೆ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಎಲ್ಲ? ಇದು ಹೆಸರು ಲಕ್ಕಿ ಅಂತ, ಇನ್ನೊಂದು ಬಾದಲ್ ಅಂತ. ಇದೇ ಫಸ್ಟ್ ಟೈಮ್ ನಾವು ಕೇರಳಕ್ಕೆ ಬಂದಿರೋದು. ಸಕ್ಕತ್ತಾಗೈತೆ, ಪ್ಲೇಸ್ ಅಂತೂ ಚೆನ್ನಾಗೈತೆ. ಚೆನ್ನಾಗೂ ಅವರೇ ಎಲ್ಲರೂ ಮಾತಾಡ್ಸ್ಕೊಂಡು ಚೆನ್ನಾಗಿ ಖುಷಿಯಾಗಿ ಮಾತಾಡ್ಕೊಂಡವ್ರೆ. ಏನಿಲ್ಲ ಪ್ರಾಬ್ಲಮ್. ಹೆಂಗಿದೆ ಇದು ಕುದುರೆ ವಯಸ್ಸು ಮತ್ತೆ ಕುದುರೆಗೆ? ಇದಕ್ಕೆ 6 ವರ್ಷ ಐತೆ, ಅದಕ್ಕೆ 8 ವರ್ಷ ಐತೆ. 2 കുതിരയില്ല. ലക്കിക്ക് 6, ബാദലിಗೆ 8. സവാരി നടത്താനും കുതിരകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സന്ദർശകരുടെ നല്ല തിരക്കാണ്. 6 പേരടങ്ങുന്ന ഒരു ടീമിന് 600 രൂപയാണ് സവാരിക്കായി ഈടാക്കുന്നത്. ഫ്ലവർ ഷോ കാണാനെത്തുന്നവർക്ക് പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കാനാണ് കുതിരവണ്ടികൾ എത്തിച്ചിരിക്കുന്നതെന്നും സന്ദർശകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി. രാത്രി സമയത്ത് LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച കുതിരവണ്ടികൾ കൽപ്പറ്റയ്ക്ക് സമ്മാനിക്കുന്നത് പുതിയൊരു കാഴ്ചാനുഭവം കൂടിയാണ്. ലക്കി, ബാദൽ എന്നീ 2 കുതിരകളാണ് മൈസൂരിൽ നിന്ന് കൽപ്പറ്റയിലെ ഫ്ലവർ ഷോ ഗ്രൗണ്ടിലെത്തിയത്. ഏതായാലും വയനാട്ടുകാർക്ക് ഇതൊരു വലിയ പുതിയ നവ്യാനുഭവമാണ്. വയനാട്ടിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ.